ഹലോ സ്റ്റുഡൻസ്, നമ്മുടെ ക്ലാസ്സിൽ ഐസോമോർഫിസം ഡെഫിനേഷനുമായിട്ട് പ്രോബ്ലം ഒക്കെ കണ്ടായിരുന്നു. അപ്പം നമ്മളിനി നെക്സ്റ്റ് ഗ്രാഫിനകത്ത് തന്നെ 8th ക്ലാസ്സിലേക്കാണ് പോകുന്നത്. സോ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് നമുക്ക് ചില നോട്ടാണ്, നമ്മുടെ ഐസോമോർഫിസമായിട്ട് റിലേറ്റീവ് ഒരു നോട്ടാണ്. Two graphs are not isomorphic if we can find a property only one of the two graphs has, but this is preserved by isomorphism. അപ്പം നമ്മൾ പറഞ്ഞൊരു ഫംഗ്ഷൻ നമ്മൾ പ്രീവിയസ്ലി ഡിഫൈൻ ചെയ്തപ്പോൾ ഒരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. അങ്ങനത്തെ ഒരു ഫംഗ്ഷൻ കണ്ടുപിടിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ദേ ആർ നോട്ട് ഐസോമോർഫിക് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് ഐസോമോർഫിസത്തിൻ്റെ പ്രോപ്പർട്ടി ഇൻവേരിയൻ്റ് ആണ് എന്നുള്ളൊരു കൺസെപ്റ്റ് കൊണ്ടുവരാൻ വേണ്ടിയാണ് നമ്മളിവിടെ ഈ നോട്ട് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, നമ്മുടെ ഗ്രാഫിനകത്ത് ഐസോമോർഫിസം ഇൻവേരിയൻ്റ് ആണ് എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയാണ്. അപ്പം നെക്സ്റ്റ് നമ്മൾ ഒരു പ്രോബ്ലം ചെയ്യണം. ഷോ ദാറ്റ് ദ ഗ്രാഫ് ഡിസ്പ്ലേഡ് ഇൻ ഫിഗർ ഗിവൺ ബിലോ ആർ നോട്ട് ഐസോമോർഫിക്. ഇപ്പോൾ 2 ഗ്രാഫുകളാണ് നമുക്ക് ഡിസ്പ്ലേ ചെയ്യാൻ പോകുന്നത്. അത് ഐസോമോർഫിക് അല്ല എന്ന് വേണം നമ്മൾ കാണിക്കാൻ. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഗ്രാഫ്. നമുക്കൊരു പേര് കൊടുത്തേക്കാം അല്ലേ. എ ബി സി ഡി ആൻഡ് ഇ. എ സി ഡി ആൻഡ് ഇ. ഓക്കെ, ഇതാണ് നമ്മൾ 2 ഗ്രാഫുകൾ. അപ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ് ചെയ്തപ്പോൾ എങ്ങനെയാണ് എഫ് എന്നൊരു ഫംഗ്ഷൻ കണ്ടുപിടിച്ചത്? എവിടെ നിന്ന് എങ്ങോട്ടായിരുന്നു? ഫസ്റ്റ് വെർട്ടെക്സ് സെറ്റിൽ നിന്ന് സെക്കൻഡ് വെർട്ടെക്സ് സെറ്റിലേക്കായിരുന്നു. അവിടെ എന്തായിരുന്നു? യുവും u1ഉം u2ഉം ഒരു എഡ്ജാണ് എങ്കിൽ എഫ് ഓഫ് u1ഉം എഫ് ഓഫ് u2ഉം എവിടെ എഡ്ജായിരിക്കണം? ഇത് E2ൽ എഡ്ജായിരിക്കണം. u1ഉം u2ഉം E1ൽ എഡ്ജാണെങ്കിൽ എഫ് ഓഫ് u1 എഫ് ഓഫ് u2ഉം E2ലും എഡ്ജായിരിക്കണം. ഇതാണ് നമ്മൾ ഐസോമോർഫിസത്തിൻ്റെ കണ്ടീഷനായിട്ട് പറഞ്ഞത്. ഓക്കെ, നമ്മൾ ഐസോമോർഫിസം ചെക്ക് ചെയ്യാൻ വേണ്ടി ഏറ്റവും ഈസി ആയിട്ട് യൂസ് ചെയ്യുന്നത് നമ്മുടെ വെർട്ടെക്സിൻ്റെ ഡിഗ്രികൾ ചെക്ക് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം നമുക്ക് 2 ഗ്രാഫിലും കാണാം 5 വെർട്ടീസസ് വെച്ചിട്ടാണുള്ളത്. എ ബി സി ഡി ഇ എന്ന് പറഞ്ഞാൽ 5 വെർട്ടീസസ് വെച്ചിട്ടാണ് നമുക്കുള്ളത്. ഓക്കെ, ദെൻ ഇനി ഓരോന്നിൻ്റെ ഡിഗ്രി നോക്കണം. അപ്പം ഞാനിപ്പോൾ ഈ ഗ്രാഫിനെ ജി എന്നും ഇതിനെ എച്ച് എന്നും വിളിക്കുകയാണ്. ഇനി നമ്മളിപ്പോൾ കൺസിഡർ ചെയ്യുന്നത് ജിയിലാണ്. ജിയിലെ നമ്മുടെ ഡിഗ്രി ഓഫ് വെർട്ടെക്സ് എയുടെ എന്താ വരുന്നത്? 2 വരും. ബിയുടെ എന്ത് വരും? ബിയുടെയും 2 വരും. സിയുടെ എന്താ വരുന്നത്? സിക്ക് 3 ആണ് വരുന്നത്. ഡിയുടെ എന്ത് വരും? ഡിക്കും 3 വരും. ഇ എന്ത് വരും? ഇക്ക് 2 വരും. ഇനി സിമിലർ ആയിട്ട് നമുക്ക് എച്ചിൻ്റെ കൂടെ നോക്കാം. ഡിഗ്രി ഓഫ് എ എന്ത് വരും? എ 4 വന്നു. ബിക്കോ? ബിക്ക് 2. ഡിഗ്രി ഓഫ് സി എന്ത് വന്നു? 3 വന്നു. ഡിഗ്രി ഓഫ് ഡി എന്ത് വന്നു? 1 വന്നു. ഡിഗ്രി ഓഫ് ഇ എന്ത് വന്നു? 2 വന്നു. ഇവിടെ നോക്കിക്കേ, എച്ചിലും ജിയിലും നമ്മുടെ വെർട്ടെക്സുകളുടെ ഡിഗ്രി ഡിഫറെൻ്റ് ആണ് അല്ലേ? സെയിം ഡിഗ്രി ആണെങ്കിൽ വെർട്ടെക്സുകൾക്ക് നമ്മൾ ഐസോമോർഫിക് ആയിട്ട് പറയുന്ന വെർട്ടെക്സുകൾക്ക് സെയിം ഡിഗ്രി ആണെങ്കിൽ മാത്രമേ നമ്മൾ ഐസോമോർഫിക്സ് സ്റ്റേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇവിടെ നോക്കിക്കേ, നമ്മളിപ്പം സപ്പോസ് എയും എടുക്കുകയാണെങ്കിൽ ഫസ്റ്റ് ഗ്രാഫിൽ എയ്ക്കും സെക്കൻഡ് ഗ്രാഫിൽ എയ്ക്കും ഡിഗ്രി വ്യത്യാസം ഉണ്ടല്ലേ? വെർട്ടെക്സ് ഡിഗ്രി നല്ല വ്യത്യാസമുണ്ട്. അതുപോലെ നമുക്ക് സിക്ക് മാത്രമാണ് എച്ചിൽ 3 എന്നുള്ള ഡിഗ്രി കിട്ടുന്നത്. പക്ഷേ നമ്മുടെ ജിയിലോ സിക്കും ഡിക്കും ആണ്. അപ്പം അങ്ങനെ നമുക്കൊരു പ്രശ്നമുണ്ട്. വെർട്ടെക്സിൻ്റെ ഡിഗ്രി കൗണ്ട് ചെയ്യുന്ന സമയത്ത് നമ്മളത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് അവിടെ ഒരു ഇഷ്യൂ വന്നു അല്ലേ? ഓർഡർ മാച്ച് ആകുന്നില്ല. അപ്പം നമുക്ക് ഒരു രീതിയിലും വെർട്ടെക്സിൻ്റെ നമ്മൾ ഡിഗ്രി കണ്ടുവരുമ്പോൾ ഒരു രീതിയിൽ നമുക്കൊരു ഐസോമോർഫിസം സ്റ്റേറ്റ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. ഇത് നമ്മുടെ ഒരു മെത്തേഡാണ്. നമുക്കിപ്പോൾ ഒരു ഗ്രാഫ് ഐസോമോർഫിക് ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി ആ വെർട്ടെക്സിൻ്റെ ഡിഗ്രി നോക്കിയാൽ മതി. വെർട്ടെക്സിൻ്റെ ഡിഗ്രി നമ്മളിപ്പം 5 വെർട്ടെക്സ് വീതമുണ്ട്, 6 എഡ്ജ് വീതമുണ്ട്. ഓക്കെ, രണ്ടും ഓക്കെയാണ്. ആ എണ്ണം കൊണ്ടൊന്നും ആയില്ല. നമ്മൾ വെർട്ടെക്സിൻ്റെ ഡിഗ്രി നോക്കിയപ്പം നമുക്ക് അവരെ തമ്മിൽ മാച്ച് ചെയ്യാനായിട്ട് പറ്റുന്നില്ല. ഇതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇപ്പം നമ്മൾ ഈ ആഡ്ജസൻസി മെട്രിക്സ് ഒക്കെ എഴുതുന്ന കാര്യം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടില്ലായിരുന്നു. അപ്പം ഈ 2 ഗ്രാഫിൻ്റെ ആഡ്ജസൻസി മെട്രിക്സ് എഴുതുമ്പോഴേ നിങ്ങൾക്കത് മനസ്സിലാകും. ആഡ്ജസൻസി മെട്രിക്സ് എഴുതുമ്പം 2 ഗ്രാഫിൻ്റെയും ആഡ്ജസൻസി മെട്രിക്സ് സെയിം ആണെങ്കിൽ നമുക്ക് ഗ്രാഫ് ഐസോമോർഫിക് ആണ് എന്ന് പറയാം. ഡിഫറെൻ്റ് ആണെങ്കിൽ ഐസോമോർഫിക് അല്ല. അത് തന്നെയാണ് നമുക്ക് ഈ ഡിഗ്രി നോക്കിയിട്ട് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത്. അപ്പം നമുക്ക് നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് മൂവ് ചെയ്യാം. ഓക്കെ, ആൽഗോരിതംസ് ഫോർ ഗ്രാഫ് ഐസോമോർഫിസം.
ഗ്രാഫ് ഐസോമോർഫിസം ചെക്ക് ചെയ്യാൻ വേണ്ടി നമുക്ക് കമ്പ്യൂട്ടറൈസ്ഡ് ആയിട്ട് തന്നെ അൽഗോരിതംസ് ഉണ്ട്, ചെക്ക് ചെയ്യുന്ന സോഫ്റ്റ്വെയർസും ഉണ്ട്. അതിനെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ഇത് നമുക്ക് കുറച്ച് വൈഡ് റേഞ്ചിൽ നമ്മൾ ആപ്ലിക്കേഷനിലേക്ക് വരുന്ന സമയത്ത് എങ്ങനെ യൂസ് ചെയ്യുന്നുള്ളതാണ്. The best algorithms known for determining whether two graphs are isomorphic have exceptional worst case time complexity in the number of vertices of graphs. കൂടുന്നതനുസരിച്ച് എൻ്റെ കോംപ്ലക്സിറ്റി ലെവലിനകത്ത് ചേഞ്ച് വരുന്നതാണ് മെൻഷൻ ചെയ്തിരിക്കുന്നത്. However, linear average case time complexity algorithms are known to solve this problem, and there is some hope, but also skepticism, that an algorithm with polynomial worst case time complexity for determining whether two graphs are isomorphic can be found. The best practical general purpose software for isomorphism testing called NOTI can be used to determine whether two graphs with as many as 100 vertices are isomorphic in less than a second on a modern PC. NOTI software can be downloaded over the internet and experimented with. Practical algorithms for determining whether two graphs are isomorphic exist for graphs that are restricted in various ways, such as when the maximum degree of vertices is small. The problem of determining whether the two graphs are isomorphic is of special interest because of it is one of only few NP problems not known to be either traceable or not be complete. അപ്പം കുറച്ച് റീഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സെക്ഷനാണിത് സത്യത്തിൽ. പക്ഷെ നമുക്കിത് പഠിക്കേണ്ട അൽഗോരിതംസ് ഉണ്ട്, അത് വർക്ക് ചെയ്യുന്ന സോഫ്റ്റ്വെയർസും ഉണ്ട് എന്നറിയാനാണ് നമ്മൾ ഈ സെക്ഷൻ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. 100 വെർട്ടീസസ് വരെ വരുന്ന കേസിൽ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും? നമുക്ക് സോഫ്റ്റ്വെയർസ് യൂസ് ചെയ്ത് ചെയ്യാനായിട്ട് പറ്റും. സോഫ്റ്റ്വെയറിൻ്റെ പേര് ഒന്ന് ഓർത്ത് വെക്കാം. നമുക്ക് എത്ര വെർട്ടീസസ് വരെ എത്ര വെർട്ടീസസ് ഉള്ള ഐസോമോർഫിസം നമുക്ക് ചെക്ക് ചെയ്യാൻ നമ്മൾ ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. സോ നമുക്ക് നെക്സ്റ്റ് ആപ്ലിക്കേഷൻ ലെവൽ, ആപ്ലിക്കേഷനാണ് നമുക്ക് കുറച്ചൊരു യൂസ് വരുന്നത്. സോ നമുക്ക് അങ്ങോട്ട് മൂവ് ചെയ്യാം. ആപ്ലിക്കേഷൻസ് ഓഫ് ഗ്രാഫ് ഐസോമോർഫിസം. ഇത് വൈഡ് റേഞ്ചിലാണ്. ആപ്ലിക്കേഷൻസ് എന്ന് പറയുന്നത് നമുക്ക് ഏതൊക്കെ ഫീൽഡിലുണ്ട് എന്ന് തന്നെ നമുക്ക് ഇതുവരെ നമ്മൾ ലിസ്റ്റ് ചെയ്തിട്ടില്ല. അത്രയും ആപ്ലിക്കേഷൻസ് നമുക്ക് ഗ്രാഫിന് വരുന്നുണ്ട്. കെമിസ്ട്രി ഫീൽഡിൽ, ഫിസിക്സ്, മാഗ്നറ്റിക്സിനകത്ത്, ഇലക്ട്രോണിക്സിനകത്ത് വരുന്നുണ്ട്. നമ്മുടെ കമ്പ്യൂട്ടർ ഫീൽഡിനകത്തൊക്കെ പറയേ വേണ്ട, ഒത്തിരി യൂസ് വരുന്നുണ്ട്. എവരിവെയർ നമുക്ക് ഗ്രാഫിൻ്റെ യൂസ് വരുന്നുണ്ട് അല്ലേ. ബയോകെമിസ്ട്രിയിലൊക്കെ വരുന്നുണ്ട്. സോ നമുക്ക് അതിൻ്റെ ജസ്റ്റ് ഒരു ഓവറോൾ റിവ്യൂ പോലെ ജസ്റ്റ് ഒരു ഷോർട്ടാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. Graph isomorphism and functions that are almost graph isomorphism arise in applications of graph theory to chemistry and to the design of electronic circuits and other areas including bioinformatics and computer vision. Chemicists use multigraphs known as molecular graphs to model chemical compounds. In these graphs, vertices represent atoms and edges represent chemical bonds between these atoms. അപ്പോൾ നമുക്കത് ഫസ്റ്റ് മെൻഷൻ ചെയ്തിരിക്കുന്ന കെമിസ്ട്രിയാണ്. കെമിസ്ട്രിയിൽ മൾട്ടിഗ്രാഫ്സ് യൂസ് ചെയ്യുന്നുണ്ട്. മോളിക്കുലർ ഗ്രാഫ്സ് ആണ് അവരറിയപ്പെടുന്നത്. ഇൻ കെമിക്കൽ സെക്ഷൻസിൽ നമ്മൾ യൂസ് ചെയ്യുമ്പം വെർട്ടീസ് എന്താണ്? ആറ്റംസ് ആണ്. എഡ്ജസ് എന്താണ്? അവരുടെ കെമിക്കൽ ബോണ്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നുണ്ട്. ടു സ്ട്രക്ചറൽ ഐസോമേഴ്സ്, മോളിക്യൂൾസ് വിത്ത് ഐഡൻറ്റിക്കൽ മോളിക്കുലർ ഫോർമുലാസ് ബട്ട് വിത്ത് ആറ്റംസ് ബോണ്ട് ഡിഫറെൻ്റ്ലി ഹാവ് നോൺ ഐസോമോർഫിക് മോളിക്കുലർ ഗ്രാഫ്. അപ്പം നമുക്ക് ഈ ഐസോമേഴ്സ് അറിയാം എന്താ, അവരുടെ ആറ്റോമിക് നമ്പറൊക്കെ സെയിം ആയിരിക്കും, പ്രോപ്പർട്ടീസും ബോഡിയൊക്കെ ഡിഫറെൻ്റ് ആയിരിക്കും. അങ്ങനെ വരുന്ന ഇതിൻ്റെയൊക്കെ നമുക്ക് നോൺ ഐസോമോർഫിക് മോളിക്കുലർ ഗ്രാഫ്സ് ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് പറ്റും. അതാണ് ഇവിടെ മെൻഷൻ ചെയ്തിരിക്കുന്നത്. സോ നമുക്ക് വേണമെങ്കിൽ ക്വസ്റ്റ്യൻ വരാം, എക്സ്പ്ലെയിൻ ആപ്ലിക്കേഷൻസ് ഓഫ് ഗ്രാഫ് ഐസോമോർഫിസം. സോ ഇതാണ് നമ്മൾ എഴുതേണ്ട 5 മാർക്ക് ക്വസ്റ്റ്യനൊക്കെ ആയിട്ട് ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. When a potentially new chemical compound is synthesized, a database of molecular graph is checked to see whether the molecular graph of the compound is the same as one already known. ഇപ്പോൾ നമ്മൾ ഒരെണ്ണം കെമിക്കൽ കോമ്പൗണ്ട് ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അതിൻ്റെ മോളിക്കുലർ ഗ്രാഫ് സെറ്റ് ചെയ്തിട്ട് അത് പ്രീവിയസ് ആയിട്ടുള്ള ഏതെങ്കിലും ആയിട്ട് മാച്ച് ചെയ്യുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യും. നമുക്ക് അതിൻ്റെ കാറ്റഗറീസ് ഒക്കെ പഠിക്കാനൊക്കെ ഒരു അനാലിസിസ് പർപ്പസിലാണ് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ ഇലക്ട്രോണിക് സർക്യൂട്ട്സ് ആണ്. ഇലക്ട്രോണിക് സർക്യൂട്ട്സ് ആർ മോഡൽഡ് using graphs in which vertices represent components and edges represent connections between them. ഇലക്ട്രോണിക് ഡിവൈസസിൽ നമുക്ക് ഗ്രാഫുകൾ വിസിബിൾ ആണ്. മോഡേൺ ഇൻറ്റിഗ്രേറ്റഡ് സർക്യൂട്ട്സ് നോൺ ആസ് ചിപ്സ്. ഓക്കെ, ഒരു ചിപ്പ് എന്ന് പറഞ്ഞാൽ എന്ത് മുഴുപ്പുണ്ട്? നമ്മുടെ തള്ളവരയുടെ നഖത്തിൻ്റെ മുഴുപ്പുള്ള ചിപ്പുകൾ വരെ നമുക്ക് അവൈലബിൾ ആണ്, കുഞ്ഞു ചിപ്പുകളൊക്കെ. ആ ചിപ്പിനകത്ത് എത്ര ഇലക്ട്രോണിക് ഡിവൈസസ് എന്തോരം യൂസ് ചെയ്തിട്ടുണ്ടെന്ന്, അത്ര സ്മോൾ ഡിവൈസസ് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടെന്ന് നമുക്കറിയാമോ? ഇല്ലല്ലേ. നമുക്ക് കാണാൻ പറ്റുന്ന ട്രാൻസ്മിറ്റേഴ്സും അങ്ങനെ എന്താ പറയണ്ടേ, അത് കുറേ ഉപയോഗിച്ചിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ നമുക്ക് അതെല്ലാം എന്താ വരുന്നത്? അതെല്ലാം സർക്യൂട്ട്സ് ആണ്. സർക്യൂട്ട്സ് ഒക്കെ നമ്മൾ എങ്ങനെ ചെയ്യുന്നത്?
ഗ്രാഫ് യൂസ് ചെയ്താണ്. അതാണ് പറയുന്നത് ഇലക്ട്രോണിക് സർക്യൂട്ട്സ് ഓഫൻ വിത്ത് മില്യൺസ് ഓഫ് ട്രാൻസ്മിറ്റേഴ്സ് ആൻഡ് കണക്ടേഴ്സ് ബിറ്റ്വീൻ ദം. Because of the complexity of modern chips, automation tools are used to design them. Graph isomorphism is the basis for the verification that a particular layout of circuit produced by an automated tool corresponds to the original schematic of the design. ഒറിജിനൽ ഡിസൈനുമായിട്ട് കറക്റ്റായിട്ടാണ് മാച്ച് ചെയ്ത് നമ്മൾ ഗ്രാഫ് ഐസോമോർഫിസ് ചെയ്താണ് ചെയ്യുന്നത്. ഗ്രാഫ് ഐസോമോർഫിസം ക്യാൻ ഓൾസോ ബി യൂസ് ടു ഡിറ്റർമൈൻ വെദർ എ ചിപ്പ് ഫ്രം വൺ വെണ്ടർ ഇൻക്ലൂഡ്സ് ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി ഫ്രം ഡിഫറെൻറ്റ് വെണ്ടർ. അപ്പം നമുക്ക് ആ ചിപ്പിൻ്റെ ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടീസ് ഒക്കെ ചെക്ക് ചെയ്യാനും എന്ത് ഹെൽപ്പ് ചെയ്യാം, ഗ്രാഫ് ഐസോമോർഫിസം ഹെൽപ്ഫുൾ ആകുന്നുണ്ട്. സോ ഇതാണ് നമ്മുടെ നെക്സ്റ്റ് 2 സെക്ഷൻസ്. ഓക്കെ, ദെൻ ഇതൊരു പുതിയ ഡെഫിനേഷനാണ്, ബട്ട് ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. പാത്ത് ആൻഡ് കണക്ടിവിറ്റി എന്ന ടോപ്പിക്ക് നമുക്ക് വരുന്നുണ്ട്. പാത്ത്, സർക്യൂട്ട്, അങ്ങനെ കുറച്ച് ഡെഫിനേഷൻസ് നമുക്ക് വരുവാണ്. ഇതൊക്കെ നമുക്ക് വേർഡ്സ് അല്ല, നമ്മൾ ഫസ്റ്റ് എ പാർട്ടായിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ്, എനിക്ക് യൂണിവേഴ്സിറ്റിയുടെ സെക്ഷനകത്ത് എ പാർട്ടിനകത്ത് വരുന്ന ക്വസ്റ്റ്യൻസ് ആയിട്ട് നമുക്ക് പലപ്പോഴും കണ്ടിട്ട് പാത്തിൻ്റെ എക്സാമ്പിൾ വരയ്ക്കുക, അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ എഴുതുക, പാത്തിൻ്റെ നമ്മുടെ യൂസ് എഴുതുക, അങ്ങനെയൊക്കെ പറഞ്ഞ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. എന്താണ് പാത്ത്? ഓക്കെ, എ പാത്ത് ഈസ് എ സീക്വൻസ് ഓഫ് എഡ്ജസ്. അപ്പോൾ തന്നെ നോക്കിയോ, എ പാത്ത് ഈസ് എ സീക്വൻസ് ഓഫ് എഡ്ജസ് that begins at a vertex of a graph and travels from vertex to vertex along edges of the graph. As the path travels along its edges, it visits the vertices along this path, that is the endpoints of these edges. അതിപ്പോൾ ഒരു പാത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിത് V1, ഇതാണ് V1 സ്റ്റാർട്ട് ചെയ്തു, അടുത്ത വെർട്ടെക്സ് ചെന്നു, അടുത്ത വെർട്ടെക്സ് ചെന്നു, അടുത്ത വെർട്ടെക്സ് ചെന്നു, അടുത്ത വെർട്ടെക്സ് ചെന്നു. ഇത് V2, V3, V4 ആൻഡ് V5 വെർട്ടെക്സ്. നമുക്ക് എഡ്ജ് 1, 2, 3, 4 എഡ്ജ് ഉണ്ട് നമുക്ക്. അപ്പോൾ ഒരു വെർട്ടെക്സ് സ്റ്റാർട്ട് ചെയ്ത് അടുത്ത വെർട്ടെക്സിലേക്ക് പോകുന്നു, ത്രൂ 1 എഡ്ജ്, ഒരു എഡ്ജ് വഴി പോകുന്നു. അതുപോലെ മൂവ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കും. ഇത് ക്ലോസ്ഡ് ആകണമെന്നില്ല. ക്ലോസ്ഡ് മീൻസ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്ന വെർട്ടെക്സ് എൻ്റെ വെർട്ടെക്സും ഒന്നാകത്തില്ല. എന്താ, ഡിഫറെൻറ്റ് വെർട്ടെക്സുകളായിരിക്കും നമുക്ക് വരുന്നത്. ഒരു എഡ്ജിൽ കൂടെ നമ്മളിപ്പോൾ ഒറ്റ പ്രാവശ്യമാണ് പോയിരിക്കുന്നത്. ഇതാണ് നമ്മുടെ പാത്തിനകത്ത് വന്നിരിക്കുന്നത്. ഓക്കെ, അത് നമുക്ക് ഇനി ഒരു ഡെഫിനേഷൻ കൊണ്ട് നെക്സ്റ്റ് വരുന്നത് അതുകൊണ്ട് നോക്കിയേക്കാം. Let n be a non-negative integer and g is an undirected graph ആണ്. A path of length n, അല്ലേ? എന്തായിരിക്കും ലെങ്ത് ഓഫ് പാത്ത് എന്ന് പറയുന്നത് ഈക്വൽ ടു നമ്പർ ഓഫ് എഡ്ജസ് ആണ്. ഒന്ന് നോട്ട് ചെയ്തോണേ. ഒരു പാത്തിന് ലെങ്ത് എന്ന് പറഞ്ഞാൽ അതിന് എത്ര എഡ്ജസ് ഉണ്ട് എന്നുള്ളതാണ്. ഓക്കെ, ഹിയർ നമുക്ക് ഇവിടെ 4 എഡ്ജസ് ആണുള്ളത്. സോ ഈ പാത്തിന് ലെങ്ത് 4 ആയിരിക്കും. ഓക്കെ, ഒന്ന് നോട്ട് ചെയ്തോ കേട്ടോ. n എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ, n എഡ്ജസ് വരുന്നുണ്ട്. ഫ്രം U to V in G is a sequence of n edges. ക്ലിയർലി മെൻഷൻഡ് ആണ് n edges, E1, E2, etc. n വരക്കും of G. There exists a sequence x0. നമ്മുടെ U, നമ്മുടെ സ്റ്റാർട്ടിംഗ് പോയിന്റ് ആണ് U. അത് നമ്മൾ x0 എന്ന് വിളിക്കുന്നു. x0, x1 ഒരു വെർട്ടെക്സ്, ഒരു എഡ്ജ് ആണ്. x1, x2 അങ്ങനെ പോയിട്ട് xn-1, xn അടുത്തൊരു എഡ്ജ് കിട്ടും. ആ xn എന്താണ്, നമ്മുടെ വെർട്ടെക്സ് V തന്നെയാണ്. Of vertices that EA എന്ന് പറഞ്ഞാൽ I from I1 ആകാം, I1 ആകാം, 2 ആകാം, 3 ആകാം, n വരെ ആകാം. n പോയിന്റ്സ് ആയിട്ട് വരും. E1 n പോയിന്റ്സ് xi-1 xi ആയിരിക്കും. അതൊക്കെ ഇത് E1 ആണെന്ന് വെക്കുക. E1ൻ്റെ എന്ത് വരും, E1. നമുക്ക് V0 കൊടുക്കണമായിരുന്നു അല്ലേ. V0 സ്റ്റാർട്ട് ചെയ്തേക്കുന്നത് അതുകൊണ്ടാണ് V0, V1, V2, V3 ആൻഡ് V4 എടുക്കാം. അപ്പോഴൊക്കെ പറയാം. അപ്പം xi-1 0, EI വരുന്നു. ഇതാണ് I, അതിനേക്കാൾ ഒന്ന് കുറവ്. അപ്പോൾ എന്തൊരു V0യും V1ഉം ഇതായിരിക്കും നമുക്ക് എന്തായിട്ട് വരുന്നത്, എൻ്റെ വെർട്ടെക്സായിട്ട് വരുന്നത്. വെൻ ദ ഗ്രാഫ് ഈസ് സിമ്പിൾ വി ഡിനോട്ട് ദ പാത്ത് ബൈ എവരി വെർട്ടെക്സ് സീക്വൻസ്. ഇതൊരു സിമ്പിൾ ഗ്രാഫ് ആണെങ്കിലും, അത് പാത്ത് സിമ്പിൾ ആണ്, ഗ്രാഫ് സിമ്പിൾ ആണ്, അത് ലൂപ്പും ഇല്ല, മൾട്ടിപ്പിൾ എഡ്ജസും ഇല്ല എങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി, നമ്മൾ സെപ്പറേറ്റ് എഡ്ജിനെ ഇതിൻ്റെ ഇടയ്ക്ക് കാണിക്കുന്നില്ല. അതായത് നമ്മൾ വെർട്ടെക്സിൻ്റെ എന്താ നമ്മൾ കോമ സെപ്പറേഷൻ യൂസ് ചെയ്താൽ മതി. ഇനി അല്ലാത്ത കേസ് സിമ്പിൾ ഗ്രാഫ് അല്ലെങ്കിൽ നമ്മൾ V0, E1, E1, E2, V3, E3 ഇങ്ങനെയാണ് നമ്മൾ ഇപ്പം EN, VN ഇങ്ങനെയാണ് നമ്മൾ എഴുതുന്നത്. ഇതിനിടയ്ക്ക് ഓരോ വെർട്ടെക്സിനിടയ്ക്ക് അതിൻ്റെ പർട്ടിക്കുലർ എഡ്ജ് നമ്മൾ മെൻഷൻ ചെയ്യും. ഇനി ഗ്രാഫ് സിമ്പിൾ ആണെങ്കിൽ നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. V0, V1, V2, V3 കോമ സെപ്പറേഷനിലെ VN വരെ കൊടുത്താൽ മതി. അതാണ് പറഞ്ഞിരിക്കുന്നത്. വെർട്ടെക്സിൻ്റെ പോയിന്റ്സ് മാത്രം മെൻഷൻ ചെയ്താൽ മതി എന്നാണ് പറഞ്ഞിരിക്കുന്നത്.
നെക്സ്റ്റ് ഒന്നാണ് ദ പാത്ത് ഈസ് എ സർക്യൂട്ട് അതാകുന്ന കേസിൽ നമ്മുടെ സ്റ്റാർട്ടിങ് വെർട്ടെക്സ് എൻഡ് വെർട്ടെക്സ് എന്ന സെയിം ആകും. അതായത് എവിടെ പോയിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അവിടെ തന്നെ വന്ന് നമ്മൾ എന്ത് ചെയ്യും, എൻഡ് ചെയ്യും. എന്താ, ഇതിവിടെ ഒരു വെർട്ടെക്സ് ഉണ്ട്, അതിന് അടുത്ത വെർട്ടെക്സിലേക്ക് അങ്ങനെ പോയി വരും. എന്നിട്ട് എവിടെ തന്നെ വന്ന് എൻഡ് ചെയ്യും, തുടങ്ങിയിട്ട് തന്നെ വന്ന് എൻഡ് ചെയ്യും. ഇതാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ x1 നമ്മൾ സ്റ്റാർട്ട് ചെയ്യുവാണെങ്കിൽ x1 x2 x3 x4 x5 എന്നിട്ട് എവിടെ ലാസ്റ്റ് x5 നിന്ന് x1 ഒരു എഡ്ജ് ഉണ്ടാകും. ഇതാണ് സർക്യൂട്ട് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയിട്ടില്ലേ? ഓക്കെ.